ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഫാർമസി മാനേജ്മെന്റിലെ ചാപ്റ്റർ 3 പ്രിസ്ക്രിപ്ഷൻ ആൻഡ് പ്രിസ്ക്രിപ്ഷൻ ഹാൻഡിങ്. സോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഡെഫിനിഷൻ, പാർട്സ് ഓഫ് പ്രിസ്ക്രിപ്ഷൻസ്, ലീഗാലിറ്റി ഓഫ് പ്രിസ്ക്രിപ്ഷൻ. സോ സ്റ്റാർട്ടിങ് വിത്ത് പ്രിസ്ക്രിപ്ഷൻ. എന്താണ് പ്രിസ്ക്രിപ്ഷൻ? നമുക്കെല്ലാം അറിയാം അല്ലേ? ഇപ്പൊ നമ്മൾ ഒരു ഡോക്ടേഴ്സിന് അടുത്ത് പോകുമ്പോൾ അവര് നമുക്ക് എഴുതി തരുന്ന ഒരു റിട്ടേൺ ഓർഡർ എന്ന് നമുക്ക് പറയാം. ആ റിട്ടേൺ ഓർഡർ ആണ് നമ്മളിപ്പോ ഫാർമസിയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ഫാർമസിസ്റ്റ് റിസീവ് ചെയ്തിട്ട് ആസ് പെർ ദ റിട്ടേൺ ഓർഡർ നമുക്ക് മരുന്ന് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ പ്രിസ്ക്രിപ്ഷൻ വേണം അല്ലേ? അപ്പോൾ എന്താണ് പ്രിസ്ക്രിപ്ഷൻ? ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. സോ എ പ്രിസ്ക്രിപ്ഷൻ ഈസ് എ റിട്ടേൺ ഓർഡർ ഫ്രം എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ or a physician to a pharmacist to compound and dispense a specific medication for the patient. Okay, so prescription എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു റിട്ടേൺ ഓർഡർ ആണ്. കയ്യില് നമ്മൾ എഴുതപ്പെടുന്ന ഒരു ഓർഡർ. ഓക്കെ, ആരാണ് ഇപ്പോ എഴുതി തരുന്നത്? ആരാകാം? ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, ഒരു RMD ആകാം, അല്ലെ ഒരു ഡോക്ടർ ആകാം, ഒരു ഫിസിഷ്യൻ ആവാം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റിട്ടേൺ ഓർഡർ. എഴുതുന്നത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആണ്. ആർക്കാണ്? ഫാർമസിസ്റ്റിന് എഴുതുന്ന ഒരു ഓർഡർ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ടു കോമ്പൗണ്ട് ആൻഡ് ഡിസ്പെൻസ് എ സ്പെസിഫിക് മെഡിക്കേഷൻ ഫോർ ദ പേഷ്യന്റ്. ആ പേഷ്യന്റിന്, അതായത് ആ പേഷ്യന്റിന് കറക്റ്റ് മെഡിസിൻസ് കോമ്പൗണ്ട് ചെയ്ത് കൊടുക്കാനും ഡിസ്പെൻസ് ചെയ്യാനും വേണ്ടി എഴുതുന്ന ഒരു റിട്ടേൺ ഓർഡറിനെയാണ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഡെഫിനിഷൻസ് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇറ്റ് ഈസ് എ റിട്ടേൺ ഓർഡർ ഫ്രം എ RMD ഓർ എ ഫിസിഷ്യൻ. ആർക്കാണ്? ടു എ ഫാർമസിസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കോമ്പൗണ്ട് ആൻഡ് ഡിസ്പെൻസ് എ സ്പെസിഫിക് മെഡിക്കേഷൻ ഫോർ ദ പേഷ്യന്റ്. ഓക്കെ, പേഷ്യൻസിന് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു റിട്ടേൺ ഓർഡർ. ബട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആർക്കാണ്? ഫാർമസിസ്റ്റിനാണ്. കറക്റ്റ് കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്പെൻസ് ചെയ്ത് കൊടുക്കുക വേണ്ട സ്പെസിഫിക് മെഡിക്കേഷൻ. ഓക്കെ അല്ലേ? സോ ഇതിപ്പോ നമ്മുടെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ആണ് നമുക്കിപ്പോ ഫസ്റ്റ് ടൂൾ എന്ന് പറയാം അല്ലെ? അതാണ് നമ്മളൊരു ഫാർമസിയിൽ കൊണ്ടുപോകുമ്പോൾ ഫാർമസിസ്റ്റിന്റെ കൊടുക്കുന്നതും ആസ് പെർ ദ പ്രിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് ഡിസ്പെൻസിങ്ങും കൗൺസിലിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് അല്ലെ? നമ്മുടെ ഒരു ഫാർമസി പ്രൊഫഷനിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് പ്രിസ്ക്രിപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രിസ്ക്രിപ്ഷൻ ഡെഫിനിഷൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ പറഞ്ഞു. ഇനി നമുക്ക് അറിയാം, ഒരു പ്രിസ്ക്രിപ്ഷൻ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തന്നെ എടുത്ത് നോക്കുക. ഒരു പ്രിസ്ക്രിപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാം? അതായത് നമുക്ക് വേരിയസ് പാർട്ട് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് അല്ലെ? ദർ ആർ വേരിയസ് പാർട്സ് ഓഫ് എ പ്രിസ്ക്രിപ്ഷൻ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദ പ്രിസ്ക്രിപ്ഷൻ ഡേറ്റ്. നമ്മളിപ്പോ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, നോക്കുക. പ്രിസ്ക്രിപ്ഷനിൽ എന്തുണ്ടായിരിക്കും? ഡേറ്റ് ഓഫ് ദ പ്രിസ്ക്രിപ്ഷൻ അല്ലെ? പ്രിസ്ക്രിപ്ഷൻ ഡേറ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ദ നെയിം, ഏജ്, സെക്സ് ആൻഡ് അഡ്രസ് ഓഫ് ദ പേഷ്യന്റ്. വരുന്ന പേഷ്യന്റിന്റെ പേര്, അതായത് ഫുൾ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, ഇൻക്ലൂഡിംഗ് ദർ ഏജ് ആൻഡ് സെക്സ് ആൻഡ് ഓൾസോ അഡ്രസ് ഓഫ് ദ പേഷ്യന്റ് ഫോർ ദ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ സൂപ്പർസ്ക്രിപ്ഷൻ. ഓക്കെ, ഈ വേർഡുകൾ പഠിക്കാം. സൂപ്പർസ്ക്രിപ്ഷൻ, ദെൻ ഇൻസ്ക്രിപ്ഷൻ, ദെൻ സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പം ഈ 3 റൈമിംഗ് വേർഡ്സ് കഴിഞ്ഞിട്ട് ദെൻ സിഗ്നേച്ചർ, റിന്യൂവൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഫൈനലി ആരാണ് എഴുതിയത്? ഇതൊരു RMD അല്ലേ, ഒരു പ്രിസ്ക്രൈബർ അല്ലേ? അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ, അഡ്രസ് ആൻഡ് രജിസ്ട്രേഷൻ നമ്പർ. ഓക്കെ, സോ നമ്മൾ ആദ്യം പാർട്സ് ഓഫ് പ്രിസ്ക്രിപ്ഷന്റെ ഡേറ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ, ദെൻ ദ പേഷ്യന്റിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, ഇൻക്ലൂഡിംഗ് ദ നെയിം, ഏജ്, സെക്സ് ആൻഡ് അഡ്രസ്, ദെൻ ദ സൂപ്പർസ്ക്രിപ്ഷൻ, ഇൻസ്ക്രിപ്ഷൻ, സബ്സ്ക്രിപ്ഷൻ, സിഗ്നേച്ചർ. ഓക്കെ, ദെൻ റിന്യൂവൽ ഇൻസ്ട്രക്ഷൻ, സിഗ്നേച്ചർ, അഡ്രസ് ആൻഡ് രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ദ പ്രിസ്ക്രൈബർ. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് എക്സാം പാറ്റേണിൽ പഠിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ നമ്മളിവിടെ പാർട്സ് ഓഫ് പ്രിസ്ക്രിപ്ഷന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ മോഡലാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പാർട്സ് ഓഫ് പ്രിസ്ക്രിപ്ഷനിൽ കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ വാട്ട് ആർ ദ വേരിയസ് പാർട്സ് പറഞ്ഞു. സോ 1 by 1 നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു? ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കൂ. ഇറ്റ് ഈസ് ദ
ഇറ്റ് വാസ് ദ ഡേറ്റ് ഓഫ് ദ പ്രിസ്ക്രിപ്ഷൻ അല്ലെ, പ്രിസ്ക്രിപ്ഷൻ ഡേറ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. സോ കണ്ടോ, അപ്പൊ ഒരു പ്രിസ്ക്രിപ്ഷൻ മോഡൽ വരയ്ക്കുക. നമ്മളിപ്പോ എക്സാം പാറ്റേണിൽ വരയ്ക്കുകയാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡെഫിനിഷൻ, പാർട്സ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ പ്ലസ് ഒരു ഡെമോൺസ്ട്രേഷൻ മോഡൽ കൂടി വരയ്ക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അത് ആസ് പെർ ദ എന്താ പാർട്സ് അനുസരിച്ചിട്ട് ദ ഫസ്റ്റ് പാർട്ട് ഈസ് ദ ഡേറ്റ് ഓഫ് ദ പ്രിസ്ക്രിപ്ഷൻ, അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? ഇറ്റ് വാസ് ദ നെയിം, ഏജ്, സെക്സ് ആൻഡ് അഡ്രസ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റ് ഡീറ്റെയിൽസ് ഇവിടെ ഫിൽ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാം. തേർഡ് പാർട്ട് വാസ് ദ സൂപ്പർസ്ക്രിപ്ഷൻ. ഓക്കെ, ഈ സൂപ്പർസ്ക്രിപ്ഷൻസ്, ഇൻസ്ക്രിപ്ഷൻ, സബ്സ്ക്രിപ്ഷൻ, ഇത് മൂന്നും നമുക്ക് എന്താണ് മീൻസ് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് പഠിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് പോകാൻ ചാൻസ് ഉള്ള കുറച്ച് ടേംസ് ആണ് സൂപ്പർസ്ക്രിപ്ഷൻ, ഇൻസ്ക്രിപ്ഷൻ, സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, എന്തായാലും നമ്മളൊരു സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് അതൊക്കെ എന്താണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന അത് നമുക്ക് ചെറിയൊരു ഐഡിയ കാണും. സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അപ്പർ പാർട്ട് ആയിരിക്കും. അപ്പൊ ഒരു പ്രിസ്ക്രിപ്ഷനിലെ ഏറ്റവും മുകളിലത്തെ പാർട്ടാണ് സൂപ്പർസ്ക്രിപ്ഷൻ. ദെൻ സബ്സ്ക്രിപ്ഷൻ അതിന്റെ താഴെ ആയിരിക്കും. ഓക്കെ, അത് തമ്മിൽ തിരിഞ്ഞു പോയത് ഇവിടെ സബ്സ്ക്രിപ്ഷൻ ആണോ സൂപ്പർസ്ക്രിപ്ഷൻ ആണോ എന്ന്. ഫസ്റ്റ് വൺ വാസ് ദ സൂപ്പർസ്ക്രിപ്ഷൻ. ഓക്കെ, സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഒരു ലാറ്റിൻ വേർഡ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് കാണാം RX ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ RX is the Latin word and which denotes the superscription. സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് RX ആണ്. നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഓരോന്നും പഠിക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ പറയുന്നേ ഉള്ളൂ. സോ സൂപ്പർസ്ക്രിപ്ഷൻ is the next part of the prescription which is denoted by the letter RX. Okay. നെക്സ്റ്റ് ഈസ് ദ ഇൻസ്ക്രിപ്ഷൻ. ഇൻസ്ക്രിപ്ഷൻ എന്താണ്? ഇപ്പൊ നമ്മൾ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇൻസ്ക്രിപ്ഷനിൽ കണ്ടന്റിൽ കൊടുത്തിരിക്കുന്നത് പാരസെറ്റമോൾ 500 mg എന്നാണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇൻസ്ക്രിപ്ഷൻ പാർട്ട്? ഇറ്റ് വാസ് ദ മെഡിസിൻ ഡീറ്റെയിൽസ് ആണ്, ഡ്രഗ് ഡീറ്റെയിൽസ് ആണ് ഇൻസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോ എന്താ ഡോക്ടർ എഴുതുന്ന, അതായത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇൻസ്ക്രിപ്ഷൻ പാർട്ടിൽ ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് വരുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രിസ്ക്രിപ്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രിസ്ക്രിപ്ഷൻ ഈസ് വാട്ട്? ഇറ്റ്സ് എ റിട്ടേൺ ഓർഡർ ബൈ ദ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ടു എ ഫാർമസിസ്റ്റ് അല്ലെ. ഇപ്പൊ ഒരു ഡയറക്ഷൻ ആണ്, ഫാർമസിസ്റ്റിന് കൊടുക്കുന്ന ഡയറക്ഷൻ ആണ്. ആ ഡയറക്ഷൻ പാർട്ടാണ് സബ്സ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കൂ, ടാബ് പാരസെറ്റമോൾ 10, അതായത് ഒരു ഫാർമസിസ്റ്റിന് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. പാരസെറ്റമോൾ 500 mg ടാബ്ലറ്റ് എന്താണ് നമ്പർ പറഞ്ഞിട്ടുണ്ട് 10 അല്ലെ. ഇപ്പോ പ്രൊവൈഡ് 10 നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് ഓഫ് പാരസെറ്റമോൾ 500 mg to the patient. So അത് നോക്കുക. Superscription is the direction to the pharmacist. Okay, then next part is the signature. സിഗ്നേച്ചർ എന്ന് പറയുന്നതും ഒരു ഡയറക്ഷൻ ആണ്, പക്ഷെ ആർക്ക് കൊടുക്കുന്നതാണ്? ഇവിടെ ഫാർമസിസ്റ്റിന് കൊടുക്കുന്ന ഡയറക്ഷൻ എന്താണ് നമ്മൾ പറഞ്ഞത്? സബ്സ്ക്രിപ്ഷൻ. സോ നെക്സ്റ്റ് ദ ഡയറക്ഷൻ ടു ദ പേഷ്യന്റ്, അതാണ് സിഗ്നേച്ചർ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, BID for 5 days. അതായത് എന്താണ് BID മീൻസ്? നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ബിസിന്റെ അല്ലെ 2 times a day. അപ്പോൾ ടാബ്ലറ്റ് 2 നേരം കഴിക്കണം, ഡെയിലി 2 നേരം കഴിക്കാം. അങ്ങനെ എത്ര നേരമാണ്? 5 days ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്നേച്ചർ ഈസ് ദ ഡയറക്ഷൻ ടു ദ പേഷ്യന്റ് റിഗാർഡിംഗ് ദ ഡോസ് ടു ബി ടേക്കൺ. അപ്പൊ ഇവിടെ നോക്കുക, ഡെയിലി എന്താണ് 2 നേരം പറഞ്ഞിട്ടുണ്ട്, 2 times a day കഴിക്കണം. അങ്ങനെ 5 days ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് സിഗ്നേച്ചർ. ദെൻ ഫൈനലി നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? എഴുതുന്ന പ്രിസ്ക്രൈബർ അദ്ദേഹത്തിന്റെ എന്താണ് രജിസ്ട്രേഷൻ നമ്പർ, സിഗ്നേച്ചർ ആൻഡ് സീൽ ഓഫ് ദ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഓഫ് ദ പ്രിസ്ക്രൈബർ. ഓക്കെ അല്ലേ? അപ്പോൾ പാർട്സ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ എഴുതാം, അതിനോടൊപ്പം തന്നെ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ മോഡൽ കൂടി വരയ്ക്കാം. ഇനി നമുക്കത് ഓരോന്നും എന്താണ് ഓരോ പാർട്ടും ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രിസ്ക്രിപ്ഷൻ ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേറ്റ് അല്ലേ. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഫാർമസിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അറിയാം, ഏറ്റവും കൂടുതൽ എന്താണ് ഡേറ്റിന് പ്രധാനമായിട്ട് തോന്നുന്നത് ഏത് ഡ്രഗുകൾ മേടിക്കാൻ വരുമ്പോഴാണ്? ഈ നാർക്കോട്ടിക് അല്ലെങ്കിൽ ഷെഡ്യൂൾ ഡ്രഗ്സ് മേടിക്കാനായിട്ട് പേഷ്യൻസ് വരും. അപ്പോൾ ഫാർമസിസ്റ്റ് നോക്കേണ്ട പ്രധാന കാര്യം എന്താണ്? ഡേറ്റ് ഓഫ് ദ പ്രിസ്ക്രിപ്ഷൻ അല്ലെ. ഡേറ്റ് നോക്കുക, പ്രിസ്ക്രിപ്ഷന്റെ ഡേറ്റ് അനുസരിച്ചിട്ടാണ് മരുന്ന് പ്രിസ്ക്രൈബർ എന്താണ് ഇത് ചെയ്തത് ആണോ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡിസ്പെൻസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. സോ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ദിസ് ഹെൽപ്സ് ദ ഫാർമസിസ്റ്റ് ടു കീപ്
Day by day, the patient records in the chronological order, which helps the pharmacist or physician to refer the old case in future. അതായത് ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫാർമസിസ്റ്റ് എന്താണ് അവിടെ ഒരു എന്താണ് ഡേ ബൈ ഡേ പേഷ്യന്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, വരുന്ന പേഷ്യൻസിന്റെ ആ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഫാർമസിസ്റ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഡേറ്റ് അപ്പോൾ ആ ഒരു ഓർഡറിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഇങ്ങനെ ഒരു പേഷ്യന്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആർക്ക് ഹെൽപ്ഫുൾ ആണ്? വരുന്ന, അതായത് ഇനി എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഈ ഓൾഡ് കേസ് റെഫർ ചെയ്യണമെന്ന് തോന്നിയാൽ ഫിസിഷ്യനോ ഫാർമസിസ്റ്റിനോ റെഫർ ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ ഒരു പേഷ്യന്റ് റെക്കോർഡ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെങ്കിലും ആര് വേണം? ഡേറ്റ് വേണം. Okay, then to avoid the misuse of the narcotic or other habitat forming drugs. നമുക്കറിയാലോ ഈ ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ്സ്, നാർക്കോട്ടിക്, അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഡ്രഗ്സിന്റെ മിസ്യൂസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഡേറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് ആസ് പെർ ദ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത് എന്നത്തേക്കാണ് പ്രിസ്ക്രൈബർ ഡേറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആ ദിവസം തുടങ്ങി ആ പ്രിസ്ക്രൈബ്ഡ് പീരീഡ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് ഇത്ര ദിവസം കൊടുത്തിട്ടുണ്ട് എന്ന് എന്താണ് ആ ഒരു സീലോ അല്ലെങ്കിൽ നമ്മുടെ ഫാർമസിന്ന് സീല് വെച്ച് കൊടുക്കുക. പിന്നീട് ആ പ്രിസ്ക്രിപ്ഷൻ വീണ്ടും കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ വേറെ ഏത് ഫാർമസിയിൽ കൊണ്ടുപോവാണെങ്കിലും എന്താണ് ഡേറ്റ് കറസ്പോണ്ടിങ് മാച്ച് ആവുമോ അന്നത്തെ ദിവസത്തെ? ഇല്ല. അപ്പൊ എന്ത് പറയും? ഇത് റിന്യൂ ചെയ്തിട്ട് വന്നാലേ ഇനി മെഡിസിൻസ് കിട്ടുള്ളൂ. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഹാബിറ്റ് ഫോമിങ് അല്ലെങ്കിൽ നാർക്കോട്ടിക് ഡ്രഗിന്റെ മിസ്യൂസ് തടയാനായിട്ടും ഡേറ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ അല്ലേ?